ആലപ്പുഴ ജിംഖാനയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഫങ്കി കട്ട്സ് ആണ് എനിക്ക് ഇഷ്ടം. നമ്മളിപ്പോൾ പറഞ്ഞ എഡ്ഗർ റൈറ്റിന്റെ പടങ്ങൾ പുറത്ത് നോക്കുകയാണെങ്കിൽ എഡ്ഗർ റൈറ്റിന്റെ പടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ. ഓപ്പറേഷൻ ജാവ ഒരു സ്കൂളിംഗ് ആയിരുന്നെങ്കിൽ തലുമാല ഡിഗ്രി ആയത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇടി കൊണ്ട പാടെ വലിയ നീരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം നസ്ലിൽ വെച്ച് ഷൂട്ട് ചെയ്യാനേ പറ്റില്ല. ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 80 to 85% ഓർ എബവ് അത്രത്തോളം എഡിറ്റിലുള്ള സാധനങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു. എല്ലാം പൊളിച്ച് മാറ്റി. അതെ, പുള്ളി വരും, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറയും, മാറ്റിക്കോ. പക്ഷെ അപ്പോഴേ സീൻ അതാ, പുള്ളിനെ ഒരിക്കലും നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. റൊമാനിക്കിനെ കാണിക്കാനുള്ള ഒരു പീസാണല്ലോ. അപ്പൊ നമുക്കത് നസ്ലിന്റെ ഒരു പഞ്ച് ചിലപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ച് എടുക്കണം 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം. മുമ്പ് ഇറങ്ങുന്ന എല്ലാ പടത്തിലും അമ്മ പലപ്പോഴും എന്റെ പേര് മിസ് ആവുക. എടാ ഇതിൽ എവിടെയാണ് നിന്റെ പേര് എന്ന് പറയുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും. അവസാനമാണ്. പിന്നെ പലയിടത്തും തിയേറ്ററിൽ ഇത് ഓഫാക്കി കളയാലേക്ക് ഓൺസെറ്റ് വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനും കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അപ്പൊ അന്ന് അങ്ങനെ CG മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇതുണ്ടാവുന്നത്, ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ദിവസം റൊമാനിക്ക് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, എടാ ഇത് നമ്മൾ നിഷാദിന്റെ പടമായിട്ട് തന്നെ നമ്മളിത് ഇറക്കണം, എന്തായാലും നിഷാദിന് വേണ്ടി നമ്മൾ എന്തായാലും ഈ പടം ചെയ്തേ പറ്റൂ. ഇപ്പം വിളിച്ച് ചോദിക്കാറുണ്ടോ എന്റെ റീൽ എഡിറ്റ് ചെയ്ത്? അതുണ്ട്. അത് കൂടെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മൾ അന്ന് ചെയ്യാറുള്ള കുറേ പോലത്തെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ ഇങ്ങനെ ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യാറുള്ള